എത്ര കോയങ്ങൾ വിളിക്കണേ? ഞാൻ എന്റെ ചങ്ങായി അപ്പുണ്ണി ഉണ്ട് അമ്പലത്തിൽ പോയിട്ട് ഓനെ കാത്തിക്ക. അപ്പുണ്ണിയുടെ വീട്ടിൽ പോലെ പോയോ? പോയി. വല്ലാത്തൊരു കഥ, അത് ഞാൻ അറിയണ്ടേ. രമണിയെ പഠിച്ചോനെ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു രാജകുമാരി ആയിക്കാണ് ജനിച്ചാ മതിയേനി. രാജകുമാരനേക്കാൾ സുക്കുറാക്ക വേണ്ട. കൈ നോക്കാനുണ്ടോ? കൈ എന്നെ നാട്ടിക്കെടുത്ത് അവിടെ വന്ന എന്റെ പച്ചാണ്. ഇതാണ് എന്റെ ക്ലാസ്. ഇവിടെ നിന്നോളൂ, ഞാൻ ടീച്ചർ. എന്റെ ക്ലാസ് നേരിച്ചറിയാം. മലപ്പുറം ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നോട്ടം അങ്ങോട്ട് ഇല്ല എന്നുള്ളത് തീർത്തും പറഞ്ഞേക്കാം. എനിക്ക് വലിയ അടി കൊള്ളാൻ. ആരായി? അയ്യോ രമണിയെ വേഗം ചെന്നാക്കേ. ഭൂതം ഭാവി തെറിച്ചേ അങ്ങനല്ലോ. ഭൂതം ഭാവി വർത്തമാനം പറയും. കൈ നോക്കാനുണ്ടാ? ആ നോക്കാൻ അങ്ങോട്ട് വരി. മോത്തർച്ചും കുര ഇതിനുള്ള ക്ലാസ്സോ? ഇവിടെ മാഷ്മാരും ടീച്ചർമാരും ചോദിച്ചു നോക്കണം. ഒരു കൊല്ലവാനായി എന്നെ ചേർത്തിട്ടേ ഇജ്ജ് പണിയെടുത്തുകൊണ്ട് പൈസ കൊണ്ടുവന്നല്ലേ അന്റെ ജോലി മലപ്പുറത്ത് നോക്ക്. ആ പുണ്ണി, ആ കരിങ്കോയായിരുന്നു. ആ പുണ്ണി, തുപ്പല്ലേ 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 തുപ്പല്ലേ. എന്തേ കാട്ടിയ മോളെ? കൈമൊന്നും വളല്ലല്ലോ. നിങ്ങൾ പെണ്ണാണ് വന്നൊന്നല്ലേ, കൈ വെക്കാൻ വന്നല്ലേ? ഇങ്ങോട്ട് വരി. ചീട്ടെടുക്കാതെ തത്തമ്മനെ കൂട്ടിൽ കാണില്ലല്ലോ. അത്തമ്മയും കൊത്തമ്മയൊന്നും ഇല്ല. ഇത് ഇക്കന്നെ തിന്നാൻ കിട്ടണില്ല. കാര്യം എന്താ ചോദിച്ചിട്ട് പിന്നെ ഞാൻ അതിനാ നേരാവുമ്പോ ഓരിങ്ങോട്ട് തരൂ. അതിനത്തെ നേരം കാലം ഇങ്ങോട്ട് നടക്കേത് വേറെ വഴിയില്ലല്ലോ, താ സമ്മതിക്കണ്ടേ. എന്താ പുണ്യ പൂനൂലൊക്കെ ഒന്ന് വണ്ണം കൂടിക്കുള്ളോ? അതാ പുണ്യേ, അത് ഇജ്ജല്ലേ വന്നപ്പോൾ തന്നെ പേരും മാറ്റല്ലോ. ഞങ്ങളുടെ അത്തമ്മക്ക് കുറച്ച് ആയതുകൊണ്ട് പിന്നെ തൂക്കിട്ടെടുക്കണ്ടേ, അതുകൊണ്ട് കൊണ്ടിടക്കണം. അല്ലെ കൈ കാട്ടിക്ക. കൈ അതാ കാലം എന്ത് ഒപ്പതിന് പണിയെടുത്ത് തയമ്പെട്ടിതാണ് തള്ളങ്ങ. പടച്ചോനെ വിചാരിച്ചിട്ട് അത് പോട്ടെ, ഇതെന്താ കാര്യം പറഞ്ഞില്ല. മലപ്പുറത്തുനിന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? ജാതകം നോക്കാനേ. ജാതകം ഒന്ന് പാളി തോന്നുന്നുണ്ട് കോയെ. നോക്കേ, എന്റെ ആരുരേഖ ഒന്നും കാണില്ലല്ലോ. കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ ഞാൻ ഡോക്ടറിനെ പോയി കാണിച്ചു നോക്കി. എന്നിട്ട് ഇറങ്ങിയാ പോലെ ഇതിനൊക്കെ. നാക്കിന്റെ വലുപ്പത്ര കൂടുതലാണ്. എല്ലിന്റെ എണ്ണം കൂടാതെ നോക്കിക്കാ. വല്ലാതെ ക്ലാസ്സിക്ക് വരലിട്ടോ. അയച്ചൊന്ന് ആലോചിക്കണം. തമ്പുരാനെ, ചെറുക്കന്റെ പഠിപ്പ് ഇപ്പൊ മറ്റന്നാൾക്ക് ഒരു കൊല്ലാകാനായി. പണി കയറാറൊക്കെ ആവൂലേ. പിന്നെ ഞാൻ വാതിലങ്ങോട്ട് തുറന്നോട് കൂടിയിട്ട് നെഞ്ചാങ്കോട് നോക്കി ഒരു ഒറ്റ ചവിട്ട്. അതിലേക്ക് മനസ്സിലായി അത് മലപ്പുറം ചവിട്ടാണ്. എന്റെ ജാതകം കൂടി ഞങ്ങൾ പല്ലിന്റെ എണ്ണം അങ്ങോട്ട് കുറയും. ചിലക്കാ ഞങ്ങൾ നോക്കിയത്. എന്റെ അമ്മായിമൊക്കെ ആശുപത്രി കൂടുതലാണല്ലോ. അത് കുറക്കാൻ വലിയ വയ്യണ്ടാ. എന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിലേ അത് കേട്ടാ മതി. പിന്നെ എല്ലാരോടും ഒരു കാര്യം പറയണ്ട. എന്റെ പച്ച വരുന്നുണ്ട്, ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയരുത്. അതിന് തീരെ അതല്ല. അതുകൊണ്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാ ജാതകം നോട്ടം ഞാൻ അങ്ങോട്ട് നിർത്തി. ഞാനതിന് ജാതകം നോക്കാൻ വന്നതല്ല. എനിക്ക് വേറെ കാര്യം നോക്കാണ്ട്. അതിന്റെ മുന്നേ വയസ്സ് പറയാൻ സാധ്യത. ദേവിയേ, നീ എന്താ? എന്റെ പുയ്യാപ്പിളൊക്കെ 2 മംഗല്യോഗം ഉണ്ട്. എനിക്ക് അപ്പഴേ തോന്നിക്കണ പണ്ടാറക്കാനും വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവും. സോറി, ഇതില് കൊറേ കുഞ്ഞാപ്പുണ്ടല്ലോ. 2 ചായ ഒക്കെ കുടിച്ച് സംസാരിക്കാം. രമണിയെ 2 ചായ. എന്തേ ഇങ്ങോട്ട് വരിക. എന്റെ സമയം തീരെ ശരിയല്ല, നമുക്ക് പുറത്ത് സംസാരിക്കാം. എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പുവേ. അയാൾ ഇങ്ങോട്ട് വരച്ചാണ് ഉത്തർച്ചും പത്തും ഞാൻ ഒന്നാക്കും. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ? നിങ്ങൾ മയ്യത്തിരിക്കുന്ന ദിവസമാണ്. എന്താണ് നിങ്ങൾ ഏത് അടുപ്പിലായി? നിങ്ങൾ 2 പെണ്ണുങ്ങൾ എടുത്തേനില്ല. ഇജ്ജെത്രല്ല ഇവിടെ എനിക്ക് പൈസ കിട്ടില്ല തുടങ്ങിയോ? ഇജ്ജെന്താ പഠിച്ചു? ഞാൻ HR കോഴ്സ്. അച്ചാറുണ്ടാക്കാൻ പഠിച്ചാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുകയാണല്ലോ. ചകിരി പൊളിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേശം കൊപ്രയും കൂടി കൊടുക്കുക. പൊളിച്ചോട്ടെ. ഡിഗ്രി പഠിപ്പ് നിങ്ങൾ അത്ര മെനക്കണ്ടല്ല. ഓട് നോക്കി തന്നേക്കറിയ അത്ര അന്നെ കൊണ്ട് സൗകര്യമില്ല. ഇതിന് വേറൊരു സൗകര്യക്കേട്. കുറച്ച് കാലത്ത് പറഞ്ഞില്ല ഇങ്ങനെ 2 പെണ്ണ് കെട്ടിക്കണേന്ന്. തള്ളം കെട്ടിയ HR കാര്യമല്ല പച്ചേ, HR കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ പുറത്തേക്ക് പോർന്നേ എല്ലാരോട് ചോദിച്ചണതേ. നിങ്ങൾക്ക് പെരി പോവാനായി അമ്മച്ചി വിളിച്ചോണ്ട് പച്ചേ. പറയാ, നമ്മുടെ നാട്ടിലും വിദേശത്തും ഒരേമാതിരി ജോലിക്ക് സാധ്യത ഉള്ള ഒരു കോഴ്സിന് ചേർക്കണം. അത് നോക്കി പറഞ്ഞ കോഴ്സ് എന്റെ ബൈക്ക് മര്യാദ മനുഷ്യ സമാധാനം കളയാന്. ഇവിടെ ഇരിക്കും. ഇയാൾക്ക് നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് ഇയാൾക്ക് മാത്രല്ല, ഇയാളെ ഉമ്മാക്കും വാപ്പാക്കൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചോക്കട്ടെ. എന്തിനാ പഠിച്ചു? ഞാൻ ലോജിസ്റ്റിക്സ്. അലാസ്റ്റിക്കോ? അലാസ്റ്റിക് അല്ല, ലോജിസ്റ്റിക്സ് എന്നാ പറഞ്ഞു. ഇങ്ങോട്ട് വരും. പഠിപ്പുണ്ട്. നോക്കി പറഞ്ഞോണ്ടേ. ഇങ്ങോട്ട് വരാ കോഴ്സ്. ഇവിടെ നിൽക്കുക. കോയന്റെ മകൻ കോയെ മൊത്തം കള്ളന്മാരാ. പച്ച പോലെ പറഞ്ഞേ ഇവിടെ ഇറങ്ങി പൊയ്ക്കാൻ ഇവിടുന്ന്. എന്റെ പുതിയപ്പിളക്ക് 10 വയസ്സിന് കുറവുണ്ടല്ലോ. കണ്ട സത്യം കുറച്ച് മീൻകുട്ടിയല്ലേ? ഇജ്ജെന്തിനാ പഠിച്ചു? PGDCA തന്നെ കാണുന്നുണ്ട്. മാധവൻ വരട്ടെ. ഓൻ വരുമ്പോഴത്തേനൊക്കെ എത്ര നേരാവും? അതല്ലേ, അത് നരേന്ദ്രപ്രസാദ് ഒന്ന് നെഞ്ചത്ത് കയറിയതാ. പറയാ കോയെ റെഡ് ടീം ഹാക്കർ അക്കാദമി മാത്രം പറഞ്ഞു കണ്ട. അനക്കേ ഈ പുതിയപ്പിളിന് വരാൻ വേറെ പുതിയപ്പിളെ കെട്ടിക്കുകയാണെങ്കിലേ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ കയ്യേന്ന്. അതിനിപ്പോ എന്താ ഇപ്പത്തേ കൊന്നാ പോരെ?
ABCD ഒക്കെ പഠിപ്പിച്ചുള്ളൂ ഇവിടെ. പടച്ചോരന്റെ സാറിന് എന്താണാവോ വിചാരിച്ച സാറിന്റെ അടുത്തേക്കാണ് നമ്മൾ അടുത്ത് പോകണ്ടേ. പടച്ചോനെ മൂപ്പരെ പോയി ബോധം കെട്ടണം. എന്തേ അവരുടെ ഒരു പരിപാടി നോം കാണുന്നുണ്ട്. ഹാക്കിംഗ് അത് പറ്റൂല പുണ്ണി. ജനങ്ങളെ സ്വീപ്പാക്കണ ഒരു പരിപാടി പോകാൻ പഠിച്ചണ്ട. എന്റെ ദേവിയെ ഹാക്കിംഗ് അല്ലടോ കോയെ, എത്തിക്കൽ ഹാക്ക്. കാണിച്ചരാ സാറേ എന്റെ പച്ചി അവിടെ അതന്നെ ഞാൻ തന്നെയാണ് കൊമ്പക്കാട് പോയാ. ഇത് കമ്പനിയുടെ പെർമിഷനോട് കൂടി ഹാക്ക് ചെയ്ത് അതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള പഠിപ്പിക്കുന്ന കോഴ്സാണ് സൈബർ ചക്രവർത്തി. ചക്രവർത്തി സുക്കുറാക്കോടെ ചേട്ടാ ജേതലി ദജ്ജാലേ എന്റെ സുക്കുറാക്കോടെ അന്റെ സുക്കുറാക്കവിടെ എനിക്കറിയാം. അത് ഇന്റെ സുക്കുറാക്കാന്റെ പേരെ. ഞാൻ ആരാ അറിയോ ഞാൻ എത്തോന്റെ കഥ. അകോയക്കാ കുഞ്ഞാപ്പ് ഡിഗ്രീന്റെ ഒപ്പം അക്കൗണ്ടിങ് കൂടെ പഠിക്കണ GCA കോഴ്സ് ആണല്ലോ ചെയ്യണത്. ഏകദേശം 1 വർഷം ആവാനായി. അടുത്ത ആഴ്ച തന്നെ നമുക്ക് അവർക്ക് സൈബർ സെക്യൂരിറ്റി. ഗുഡ് ജോബ് കോയെ. ഈ ചാന്റെ ഇംഗ്ലീഷ് അത്ര പിടിച്ചിട്ടില്ല, മനസ്സിലാവണില്ല. മറ്റേത് ആ ചക്കൻ അൻഷിഫാണ്. ഞങ്ങൾക്കുമ്പിൽ മൂസാക്കാന്റെ മോളാണ്. ഇത് ഏത് മാങ്ങാതലിന്റെ മോളാണെങ്കിലും പാത്തിന് മല കത്തിയ വെണ്ണൂറാടി. എന്റെ ബാപ്പാനെ പറഞ്ഞല്ലോ. അന്റെ ബാപ്പാക്ക് മാത്രല്ലടി, അന്റെ വെല്ലിപ്പാക്കും മൂത്താപ്പാക്കും ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഡിഗ്രി എന്തായാലും ഓന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിഗ്രി കഴിയുന്നതോടെ അവനക്ക് ഈ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ജോബിലേക്ക് തന്നെയാണ് നമ്മൾ ഈ സ്റ്റാമ്പ് പേപ്പറിൽ അവനെ പിടിച്ച അവനാ അവിടെ പഠിക്കണം. ഞാൻ പോയിക്കോളാം. ടീമിലല്ലേ പഠിച്ചത്. കുഞ്ഞാപ്പൂനെ അവിടെ ചേർത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓൾക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കണം. തന്നാന്റെ അളാപ്പാക്കും പറയും. എന്നെ കേട്ടിന്റെ സുക്കുറാക്കടെ എനിക്ക് സുക്കുറാക്കൻ ഉണ്ടാ മതി. അന്റെ മേത് ജിന്നോടിക്കണേ അതിന് പിരാന്ത് വിളിച്ചറിയണത്. എന്റെ 5 മക്കളെ ബാപ്പായി സുക്കുറാക്കനോട് ഞാൻ അവിടെ പോകണുള്ളൂ. ഇട്ട് തന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓൻ്റെ ഒപ്പം +2 പഠിച്ച കുട്ടികൾ ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഓനക്ക് ഡിഗ്രിയും കിട്ടും, അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടും. ഡിഗ്രി കഴിയുന്നവരുടെ ഡയറക്റ്റ് പ്ലേസ്മെന്റ് എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് അവിടെ ഓൻ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സ്കില്ലും കിട്ടും, ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനും കിട്ടും, പ്ലേസ്മെന്റ് സപ്പോർട്ടും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. അത് മാത്രല്ല അങ്ങനെയാണെങ്കിൽ ഈ പറമ്പിൽ അന്റെ തല കിടന്ന് ഉരുളും. ഈ പേരല്ലേ ഈ പേരക്കും കൂടി അവകാശപ്പെടണം. അത് കിട്ടാൻ ഞാൻ അവിടെ പോവില്ല. അങ്ങനെ നീ എടുത്തടി. ഇത് വാടകപ്പേരണ്ടി പോത്തെ. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടോ. അങ്ങനെയാണെങ്കിലേ മോൾട്ടി ഏതായാലും ഡിഗ്രി കഴിഞ്ഞാൽ ഒരു പരിപാടി ചെയ്യാതെ ഓക്ക് പെട്ടെന്ന് ജോലിയാണ് എന്തെങ്കിലും പരിപാടി പെടണ്ടോ. പിന്നെന്താ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അക്കൗണ്ടിങ്, ലോജിസ്റ്റിക്സ്. ഒരു 10 വർഷം ഈ പരിപാടി തുടങ്ങിയിട്ട് ഈസി കൗൺസിൽ, കോംഷിയ, ഓഫ്സെക്, INE ഇതുപോലെ ഒരുപാട് അക്രഡിറ്റേഷൻസ് ഉണ്ട് അവർക്ക്. ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ഉണ്ടാവും. ഇവിടെ കള സുക്കൂറ അന്നെ കാണിച്ചരടി. പാത്തോ ഇത് അതല്ല. HR കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്ത് ഒരു ജോലി കൂടെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ട് അവരെവിടുന്ന് വിടുള്ളൂ. അതുമില്ല കേരളത്തിൽ. ഇതൊക്കെ പഠിച്ചാൽ ഞാൻ എന്റെ ചെറുക്കനെ ചെന്നൈക്കും ബാംഗ്ലൂർക്കും കൊച്ചിക്കൊന്നും വിടൂല. പാണ്ടേ ഇവിടെ എന്താണ് കോഴിക്കോട്, കോട്ടക്കല്, പെരുന്തമണ്ണ എവിടെ വെച്ചാ വിട്ടോളി. കൊല്ലണ്ടി ഇത് പ്രാങ്ക് ആണ്. നിങ്ങളെ ബർത്ത്ഡേ സുക്കുറൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് തന്നാണ്. ഇതാ വെച്ചോളി. ഇവിടെ കണ്ടോ? ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ മുന്നേ ഒരു എത്തിക്കലാക്കണം. ഒന്നൊന്ന് കണ്ടല്ലോ. കണ്ടിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. അപ്പൊ ഞങ്ങളെ റെഡ് ടീം ഹാക്കർ ഇന്റെ ജന്മദിനായിട്ട് ഇനി സുക്കൂറാക്കാന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടി വരും. ഇതൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു സുക്കൂറാക്ക. അതിന് തൊള്ള ഉറക്കാക്കേണ്ട പാത്തുവോ.